Hi friends, welcome to a new video. Today we are going to discuss about 4th standard Maths first unit lines and shapes. Here in this title you can understand what we are going to learn about. First of all of you look at the picture and write what are the things do you see there. എന്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അതേ ഒരു സ്കൂളുണ്ട്, പിന്നെ കുട്ടികളുണ്ട്, മരങ്ങൾ, തൊട്ടപ്പുറത്ത് വീടുകൾ എല്ലാം ഉണ്ടല്ലേ. ഇതൊന്നും കൂടാണ്ട് അവിടെ ഒരു മതിലുണ്ട്. ഈ സ്കൂൾ മതിലിനകത്ത് അതിൻ്റെ ചിത്രങ്ങൾ നോക്കൂ, എന്തൊക്കെ ചിത്രങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. അവിടെ ഒരു പൂച്ചയുണ്ട്, ഷിപ്പുണ്ട്, ദെൻ ഫിഷ് എല്ലാം ഉണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ക്യാറ്റാണേലും ഷിപ്പാണെങ്കിലും ഫിഷ് ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത് വിവിധ ഷേപ്പുകൾ കൊണ്ടാണ് അല്ലേ. സോ നിങ്ങൾ 3rd സ്റ്റാൻഡേർഡിൽ ഷേപ്പുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവയുടെയൊക്കെ ഏതൊക്കെ ഷേപ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ഷേപ്പുകൾ അവിടെയുണ്ട്? സ്ക്വയർ ഈസ് ദർ, സർക്കിൾ ഈസ് ദർ, ആൻഡ് ട്രയാങ്കിൾ ഈസ് ദർ, ആൻഡ് ഓൾസോ റെക്റ്റാങ്കിൾ ഈസ് ദർ, ഇസ്ൻ്റ് ഇറ്റ്? ഇത്രയും കാര്യങ്ങളാണുള്ളത്. സ്ക്വയറും സർക്കിളും റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഒക്കെയാണ് നമുക്കവിടെ എന്ത് ചെയ്യുന്നത്, കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇനി ക്യാൻ യു സീ എ ബാനർ? ഒരു ബാനർ കണ്ടോ അവിടെ? എന്താണ് ബാനറിനകത്ത് എഴുതിയിട്ടുള്ളത്? യെസ്, വേൾഡ് ഓഷൻ ഡേ ആണ്. എന്നാണ് ഓഷൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വെരി ഗുഡ്, ജൂൺ 8-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. Your first activity is see and draw. You saw the picture on the first page. Do you notice the picture on the wall? Draw the picture you like the most. ഇപ്പം നമ്മൾ അവിടെ പിക്ചർ കണ്ടു, അതിനകത്ത് എന്തെല്ലാം കണ്ടു എന്നുള്ളത് എഴുതി, എല്ലാം റെഡിയാണ് അല്ലേ. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. നമ്മൾ ആ ചുവരിനകത്ത് എന്ത് കണ്ടു? കുറച്ച് ചിത്രങ്ങൾ കണ്ടു. ആ പിക്ചറിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ക്യാറ്റിനെയാണോ, ഷിപ്പാണോ, ഫിഷാണോ, എന്താണെന്ന് വെച്ചാൽ ആ പിക്ചർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പിക്ചർ മൈ ഡ്രോയിങ് എന്നുള്ള ഈ ഒരു ബോക്സിനകത്തേക്ക് വരയ്ക്കുക. ഓക്കെ, അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് വൺ സെലിബ്രേഷൻ ആണ്. വാട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 8th of June? 8th ജൂണിന് എന്താണ് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മളവിടെ പറഞ്ഞത്. യെസ്, ഓഷൻ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ ദ നെക്സ്റ്റ് വൺ, കളർ ദ ഫിഷ്. ദർ ഇസ് ആൻ എക്സിബിഷൻ ഇൻ കടലുകണി സ്കൂൾ ആസ് പാർട്ട് ഓഫ് വേൾഡ് ഓഷൻ ഡേ സെലിബ്രേഷൻ. അനു, സുബി ആൻഡ് അതുൽ ആർ മേക്കിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേപ്പർ ഫിഷ് ഫോർ ഡെക്കറേഷൻ. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഓഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു, സ്കൂള് എന്ത് ചെയ്യാൻ പോവുകയാണ്, അത് നന്നായിട്ട് അലങ്കരിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഡെക്കറേഷന് വേണ്ടി കുട്ടികൾ ഉണ്ടാക്കുന്നത് ആരെയാണ്? ദേ ആർ മേക്കിംഗ് ഫിഷ്. എങ്ങനെയാണ് അവർ ഫിഷിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. സി ഹൗ ദേ ഹാവ് ഹാങ് ദേ പേപ്പർ ഫിഷ് യൂസിങ് സ്ട്രിങ്. ഇവിടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ ഫിഷിനെ അവർ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഹാങ് ചെയ്തിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി, കളർ ദീസ് ആൻഡ് മേക്ക് ദം പ്രെറ്റി. ഇതിന് ഒരെണ്ണത്തിന് പോലും കളറില്ല അല്ലേ. കളർ വരുമ്പോഴല്ലേ ഫിഷ് എല്ലാം നല്ല ഭംഗിയാകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഷിനെ എല്ലാം കളർ ചെയ്യണം. ടീച്ചേഴ്സ് പറയുമ്പോൾ മാത്രം ചെയ്താൽ മതി. ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നേരത്തെ എന്ത് ചെയ്യരുത്, ഇതൊന്നും ചെയ്യരുത്. എല്ലാം ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓരോ അഡ്വൈസിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡ്രോ ആൻഡ് കളർ. ഡ്രോ അതർ ഷേപ്സ് ജോയിനിങ് ദോസ് ബിലോ ടു മേക്ക് ഫിഷ് ആൻഡ് കളർ ദം. ഇവിടെ നിങ്ങൾക്ക് 2 ബോക്സുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഷേപ്പുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിലൊരു ട്രയാങ്കിളും ഒരെണ്ണത്തിലൊരു റെക്റ്റാങ്കിളും നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ചില ഷേപ്സ് ഇതിനോട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഫിഷിനെ മേക്ക് ചെയ്യണം. തൊട്ട് മുന്നിലേ നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കാണാം ഫിഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. സോ ട്രയാങ്കിളിനും റെക്റ്റാങ്കിളിനും മാച്ച് ചെയ്യുന്ന ഷേപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു ഫിഷിനെ നിങ്ങൾ വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം എൻട്രി ആക്ടിവിറ്റി ആയിട്ട് കൂട്ടുകാർക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ. Then move to the next one, shapes. What all shapes did you notice in the paper fish?
പേപ്പർ ഫിഷ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത ഷേപ്പുകൾ ഏതൊക്കെയാണ്? ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ നിങ്ങൾക്കൊരു ടേബിൾ കാണാം. അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഷേപ്പുകൾ എഴുതി ആ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഷേപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഏത് ഷേപ്പാണത്? വെരി ഗുഡ്, സർക്കിളാണത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു സ്ക്വയർ വയ്ക്കുന്നു. എന്നിട്ട് അപ്പുറത്ത് സ്ക്വയർ എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റി ആണല്ലോ. എല്ലാവർക്കും ഷേപ്പുകൾ അറിയാം. ഓക്കെ, എല്ലാവരും മിടുക്കരാണെന്ന് എനിക്കും അറിയാം. ദെൻ ദ നെക്സ്റ്റ് വൺ, ഈർക്കിൾ ഫിഷ്. മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ്. ഇവിടെ ഒരു ടീച്ചർ അതുലിന് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റിയാണ് എന്ത്? ഒരു ഫിഷിനെ മേക്ക് ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് ഫിഷിനെ ഉണ്ടാക്കേണ്ടത്? ഈർക്കിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. സോ ഇവിടെ നമ്മുടെ അതുലുണ്ടാക്കിയിട്ടുള്ള ഈർക്കിൾ ഫിഷാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ദെൻ കാണ്ട് യു ഓൾസോ മേക്ക് സച്ച് ഫിഗേഴ്സ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരുപാട് ഫിഗേഴ്സ് ഓഷൻ ഡേ സെലിബ്രേഷനുമായിട്ട് ഉണ്ടാക്കിക്കൂടെ? ഓഷൻ ഡേ പറയുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് എന്ത് ചെയ്യണം? ഈർക്കിളിലൊക്കെ അല്ലെങ്കിൽ ഷേപ്പുകൾ യൂസ് ചെയ്ത് വരച്ച് കൊണ്ടു കൊടുക്കണം കേട്ടോ. Then the next one, butterfly. To decorate the classroom in the school, new figures are to be drawn. See the butterfly drawn using various shapes. Color it and make it pretty. ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ പുതിയ ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ അവർ വരച്ചിട്ടുള്ളൊരു ബട്ടർഫ്ലൈയെ നോക്കൂ. ഷേപ്പുകൾ യൂസ് ചെയ്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബട്ടർഫ്ലൈയെ വരച്ചിട്ടുണ്ട്. ഏതൊക്കെ ഷേപ്പുകളാണ് അവിടെ ഉള്ളത്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. പിക്ചറിലെ ഷേപ്പുകളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. സോ നോക്കൂ അവിടെ ഏതൊക്കെ ഷേപ്പുകളുണ്ട് എന്നുള്ളത്. ഇവിടെ നോക്കൂ ഏതൊക്കെ ഷേപ്പുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സർക്കിൾ ഈസ് ദർ, സ്ക്വയർ ഈസ് ദർ, ആൻഡ് ട്രയാങ്കിൾ ഈസ് ദർ, ആൻഡ് വൺ മോർ തിങ് ഈസ് റെക്റ്റാങ്കിൾ ഈസ് ഓൾസോ ദർ. അവിടെ ചതുരവും സമചതുരവും ഉണ്ടല്ലേ. റെക്റ്റാങ്കിൾ കൂടി അവിടെ എഴുതി ചേർക്കാം കേട്ടോ. ദെൻ അതിന് താഴെ പസിൽ കോർണർ നോക്കൂ. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ. ഹു ആം ഐ? എന്നെ വരയ്ക്കാൻ വേണ്ടി ആകെ 3 ലൈൻസാണ് എന്ത് ചെയ്യേണ്ടത്? ആവശ്യമായിട്ടുള്ളത്. ആരാ ഞാൻ? 3 ലൈൻസ് വെച്ച് നമ്മൾ മേക്ക് ചെയ്യുന്ന ഷേപ്പ് ഏതാണ്? ആലോചിച്ച് നോക്കൂ. യെസ്, വെരി ഗുഡ്, ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ട്രയാങ്കിൾ ആണ് കേട്ടോ. Then the next one, measuring sides. Use a rectangle card in the max box to draw a rectangle. സോ കൂട്ടുകാരെല്ലാവരും മാക്സ് ബോക്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ മഞ്ചാടി സഞ്ചി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആവശ്യമുള്ള മാത്സിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടി ബീഡ്സും അതുപോലെ തന്നെ ഈർക്കിൾ ബിറ്റ്സും എല്ലാം വെച്ചിട്ട് മഞ്ചാടിക്കുരു ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു മാക്സ് ബോക്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അതുപോലെ ഒരെണ്ണം ഇത്തവണയും നമുക്ക് ആവശ്യമുണ്ട്. ആ മാക്സ് ബോക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് മാക്സ് ബോക്സിനകത്ത് വേണ്ടതെന്ന്. സോ നമ്മുടെ മാക്സ് ബോക്സിലുള്ള റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ നിങ്ങളോട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചതുരം വരയ്ക്കുക. ദെൻ അതിന് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്? ഒരു ചതുരത്തിന് എത്ര സൈഡുകളാണുള്ളത്? ആൻഡ് കോർണേഴ്സ് എന്താണ്? മൂലകളാണ്. എത്ര മൂലകളുണ്ട്? ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല, ഒരു സ്ക്വയർ ഷേപ്പിലാണ് കിടക്കുന്നത്. ജസ്റ്റ് പെൻസിൽ സ്കെച്ച് യൂസ് ചെയ്ത് വരയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. സോ ഇവിടെ നോക്കൂ, 1 2 3 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സൈഡുകൾ. ഓക്കെ, അപ്പോൾ എത്ര സൈഡ്സാണ് ഒരു റെക്റ്റാങ്കിളിനുള്ളത്? യെസ്, വെരി ഗുഡ്, 4 സൈഡ്സ്. ഓക്കെ, എ റെക്റ്റാങ്കിൾ ഹാവ് 4 സൈഡ്സ്. ദെൻ ഹൗ മെനി കോർണേഴ്സ്? എത്ര മൂലകളാണുള്ളത്? ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലായിട്ട് ഇങ്ങനെ കേർവ് ഷേപ്പിൽ വരച്ചിട്ടിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ എത്ര കോർണേഴ്സ് ഉണ്ടെന്ന്. 1 2 3 4. കോർണേഴ്സ് ഓൾസോ എത്രയാണുള്ളത്? 4 അല്ലേ. സോ എ റെക്റ്റാങ്കിൾ ഹാവ് 4 സൈഡ്സ് ആൻഡ് 4 കോർണേഴ്സ്. നല്ല സുഖമല്ലേ പഠിക്കാൻ. ദെൻ യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ചിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? റൂളർ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? മെഷർ ചെയ്ത് താഴെ കാണുന്ന ബോക്സിൽ എഴുതണം. സൈഡ് 1, സൈഡ് 2, സൈഡ് 3 എത്രയാണ് മെഷർമെൻറ്റ് വരുന്നതെന്ന് സ്കെയിലിൽ എന്ത് ചെയ്യുക? അളന്ന് എഴുതുക.
ദെൻ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ചോദ്യത്തിനുള്ള ആൻസർ കിട്ടും. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്ത്സ്? ആ മെഷർമെൻറ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഓരോ സൈഡുകളും തമ്മിലൊരു റിലേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ആ റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഒന്ന് നോക്കൂ, എന്താണ് അതിൻ്റെ പ്രത്യേകത വരുന്നതെന്ന്. കറക്റ്റ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിലൊരു എന്ത് വരും, ഒരു സിമിലാരിറ്റി വരും. എന്താണത്? വെരി ഗുഡ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ലെങ്ത്ത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്ത്. രണ്ട് സൈഡുകൾക്കും, ഓപ്പോസിറ്റായി കിടക്കുന്ന രണ്ട് സൈഡുകൾക്കും എന്തായിരിക്കും, ഈക്വൽ ലെങ്ത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ദെൻ ഈർക്കിൾ റെക്റ്റാങ്കിൾ. സീ ദ ഷേപ്സ് അതുൽ ആൻഡ് ബിൻസ മെയ്ഡ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ലെങ്സ് 8 cm ആൻഡ് 5 cm. ഇവിടെ ബിൻസയും അതുലും ചേർന്ന് ഈർക്കിൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഷേപ്പുകളാണ് കാണിച്ചിട്ടുള്ളത്. വിച്ച് ഇസ് എ റെക്റ്റാങ്കിൾ? ആരുടെ ഷേപ്പാണ് റെക്റ്റാങ്കിൾ ഇതിനകത്ത്? ആരുടെയാണ് ചതുരം? യെസ്, അതുലിൻ്റെ ഷേപ്പാണ് എന്ത്, ചതുരം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിഗർ ബിൻസ മെയ്ഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? എന്തുകൊണ്ടാണ് അപ്പോൾ ബിൻസ ഉണ്ടാക്കിയ ഷേപ്പ് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഒരു ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു ചതുരത്തിന് വേണ്ട പ്രത്യേകതകൾ? എങ്ങനെയൊക്കെ ആയാലാണ് ഒരു ഷേപ്പിനെ നമ്മൾ ചതുരം എന്ന് വിളിക്കുന്നത്? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യമായിട്ട് കൊടുക്കാം. ദ ഫസ്റ്റ് ഈസ് ദി എക്സാമ്പിൾ ഫോർ റെക്റ്റാങ്കിൾ. ഒന്നാമത്തെ ചിത്രമാണ് റെക്റ്റാങ്കിളിന് എക്സാമ്പിൾ. ഇനി എന്തുകൊണ്ട് നമ്മൾ അതിനെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ നിയറസ്റ്റ് സൈഡ്. തൊട്ടടുത്ത് കിടക്കുന്ന സൈഡിന് കുത്തനെ വരുന്ന വരകളുള്ളതാണ് എന്ത്, റെക്റ്റാങ്കിളായിട്ട് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ എന്തായിരിക്കും? ഒരു വശത്തിന് കുത്തനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, താഴെ കിടക്കുന്ന വശത്തിന് കുത്തനെ ആയിട്ടാണ് സൈഡിലുള്ള വശങ്ങൾ വരുന്നത്. പക്ഷേ ബിൻസ ഉണ്ടാക്കിയിട്ടുള്ള ഷേപ്പിൽ താഴെ കിടക്കുന്ന വശത്തിന് കുത്തനെ അല്ല സൈഡുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ബിൻസയുടെ ഷേപ്പ് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയുന്നത് കേട്ടോ. ദെൻ റെക്റ്റാങ്കിൾ സ്പെഷ്യാലിറ്റി. എന്തൊക്കെയാണ് റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റീസ് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്. എത്ര സൈഡുകളുണ്ട് റെക്റ്റാങ്കിളിന്? 4 സൈഡ്സ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. ടോപ്പും ബോട്ടവും ഹൊറിസോണ്ടലും ലെഫ്റ്റും റൈറ്റും സൈഡുകൾ വെർട്ടിക്കലും ആയിരിക്കും. ഇനി എന്തെല്ലാമാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. ഇനി നമുക്ക് ആഡ് ചെയ്യാവുന്ന സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ മുന്നേ പറഞ്ഞു, എ റെക്റ്റാങ്കിൾ ഹാസ് 4 കോർണേഴ്സ്. 4 സൈഡ്സും 4 കോർണേഴ്സും ആണുള്ളതല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? സൈഡ്സ് ആർ പെർപെൻഡിക്കുലർ വിത്ത് ഈച്ച് അതർ. വശങ്ങൾ പരസ്പരം എന്തായിരിക്കും? ലംബമായിരിക്കും, കുത്തനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം, എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. See the rectangles Anoop drew using the rectangle card in his Max box. അനൂപ് മാക്സ് ബോക്സിലെ റെക്റ്റാങ്കിൾ കാർഡ് യൂസ് ചെയ്ത് വരച്ചിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3, റെക്റ്റാങ്കിൾ 4. ഓക്കെ. Then our question is, measure the sides using a ruler and write them in the table. നിങ്ങൾ എന്ത് ചെയ്യണം? അനൂപ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഷേപ്പുകളെ അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് അളന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള റെക്റ്റാങ്കിൾ 1 എന്നുള്ളതിൻ്റെ നേരെയായി കാണുന്ന 4 ബോക്സിൽ 4 സൈഡിൻ്റെയും മെഷർമെൻറ്റ് എത്രയാണ്, എത്ര നീളം വരുന്നു എന്നുള്ളത് എഴുതുക. അതുപോലെ 4 എണ്ണവും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ്? ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഈ മെഷർ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളതിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് എന്നാണ്. എന്താണ് നിങ്ങളിവിടെ മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണ് നോക്കിയായിരുന്നോ? റെക്റ്റാങ്കിൾ 3 and 4
ആ 3യും 4ഉം ആണ് അവിടെ സ്പെഷ്യലായിട്ട് നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ സൈഡ്സ് എന്താണ്? ഓൾ ദ സൈഡ്സ് ഹാവ് സെയിം ലെങ്ത്. എല്ലാ സൈഡ്സിനും എന്താ ഉള്ളത്? സെയിം ലെങ്ത് ആണുള്ളത്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ 3 and 4 ഹാവ് സെയിം ലെങ്ത് ഫോർ ഓൾ സൈഡ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതാം. ഇതാണ് നമ്മളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് അവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ അവിടെ ഒരു പസിൽ കോർണർ നോക്കൂ. ഹൗ മെനി കോർണേഴ്സ്? 1 corner of a rectangle sheet of paper is cut off. How many corners does it have now? നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ഒരു കോർണർ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കീറിക്കളയുന്നു. അങ്ങനെയാവുമ്പോൾ നമുക്ക് എത്ര കോർണേഴ്സാണ് പിന്നെ ഉള്ളത് റെക്റ്റാങ്കിളിന് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്നൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു കോർണർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കീറി നോക്കൂ. എന്നിട്ട് എന്ത് ചെയ്യുക? എത്ര കോർണേഴ്സ് ഉണ്ട് എന്നൊന്ന് ഫൈൻഡ് ചെയ്ത് നോക്കൂ. എത്ര കോർണേഴ്സാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്? ആദ്യം 4 കോർണേഴ്സ് ആയിരുന്നു. നമ്മൾ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോർണേഴ്സായി മാറും? 5 കോർണേഴ്സായി മാറും. സോ നമ്മൾ നേരത്തെ കണ്ട 4 റെക്റ്റാങ്കിൾസിനെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എഴുതി. ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. റൈറ്റ് ഡൗൺ ദ സ്പെക്യുലാരിറ്റീസ് ഓഫ് എ സ്ക്വയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ റെക്റ്റാങ്കിൾ 3 and 4 ഹാവ് സെയിം ലെങ്ത് എന്ന് പഠിച്ചു അല്ലേ. ഓൾ സൈഡ്സ് ഹാവ് സെയിം ലെങ്ത് എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ ഏതൊരു റെക്റ്റാങ്കിളും അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ 4 സൈഡ്സും ഈക്വലായി വരികയാണെങ്കിൽ ആ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ക്വയർ എന്നാണ്. ഓക്കെ. എ റെക്റ്റാങ്കിൾ ഹാവ് സെയിം ലെങ്ത് ഫോർ ഓൾ സൈഡ്സ് കോൾഡ് സ്ക്വയർ. എല്ലാ സൈഡുകളും ഒരുപോലെ ഒരേ അളവിൽ വരുന്ന റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സമചതുരം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ. സോ നമ്മളിവിടെ എഴുതേണ്ടത് സ്ക്വയറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ദർ ആർ 4 സൈഡ്സ് എന്നവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്ക്വയറിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 4 സൈഡ്സ്. 4 സൈഡുകളുണ്ട്. ഓൾ സൈഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ദെൻ ഹാവ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് ഒരു സ്ക്വയറിൻ്റെ പെക്യുലാരിറ്റി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കൂട്ടുകാരൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു പെക്യുലാരിറ്റി കൂടി കിട്ടും. ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ദെൻ ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓൾ സൈഡ്സ് ഈക്വലായി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റെക്റ്റാങ്കിളിനെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ. എല്ലാ സ്ക്വയേഴ്സിനെയും നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് അല്ലേ. എല്ലാ സ്ക്വയേഴ്സിനെയും എല്ലാ സമചതുരത്തെയും നമുക്ക് ചതുരം എന്നും വിളിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ചതുരത്തെയും നമുക്ക് സമചതുരം എന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ. ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓൾ സൈഡ്സ് ഈക്വൽ അല്ല. ഓക്കെ. അപ്പോൾ അതാണ് അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ദെൻ സ്ക്വയർ വിത്തിൻ റെക്റ്റാങ്കിൾ. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. അവിടെ തന്നിട്ടുള്ള ആ റെക്റ്റാങ്കിളിൽ ഒരു സിംഗിൾ ലൈൻ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സ്ക്വയർ ആക്കി മാറ്റണം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ കൂടി എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ലൈൻ വരച്ചു കൊടുത്താൽ 2 ഈക്വൽ സ്ക്വയേഴ്സായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, മേക്കിംഗ് എ ക്യൂബ്. ഡ്രോ സ്ക്വയേഴ്സ് ആസ് ഷോൺ ബിലോ എ തിക്ക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് കട്ട് ഇറ്റ്. വിത്തിൻ ടീച്ചേഴ്സ് ഹെൽപ്പ് മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. ഇത് ടീച്ചർ പറയുമ്പോൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് കേട്ടോ. ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ ജിയോ ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് കാണിച്ചു തരും. ഷേപ്പുകൾ പഠിക്കാൻ വേണ്ടി നമ്മളൊരു ബോർഡിനകത്ത് എന്ത് വെച്ചിട്ട് നെയിൽസ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആണികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജിയോ ബോർഡ്. ഈ ജിയോ ബോർഡിലെ ആണികൾ കണക്ട് ചെയ്തുകൊണ്ട് റബ്ബറോ ത്രെഡോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഷേപ്സ് മേക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മാത്സ് ലാബിൽ ടീച്ചർ കാണിച്ചു തരും കേട്ടോ. Then the next activity is Maths Club. See how they have decorated the classroom for the Maths Club inauguration. ഇവിടെ സ്കൂളിൽ മാത്സ് ക്ലബ് ഇനോഗ്രേഷൻ നടക്കുകയാണ്. അവിടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ഷേപ്സ് വീണ്ടും യൂസ് ചെയ്തത് നിങ്ങൾക്ക് കാണാം.
What all shapes are there among them? The picture below shows some of these shapes. Write the name of each under it. ഇവിടെ അവർ മാത്സ് ക്ലബ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷേപ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഷേപ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നെയിംസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നിനും താഴെയായിട്ട് എഴുതണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഷേപ്പ് നോക്കൂ, കോൺ ഷേപ്പാണതല്ലേ. ദെൻ ക്യൂബ് ഈസ് ദർ, റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദർ ആൻഡ് സ്ഫിയർ ഈസ് ദർ. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. ക്ലാസിഫൈ വാരിയസ് സിമിലർ ഒബ്ജക്ട്സ് സീൻ അറൗണ്ട് യു അക്കോർഡിംഗ് ടു ദെയർ ഷേപ്സ്. നമ്മുടെ ചുറ്റുപാടിലും നിങ്ങൾ ഇതേ ഷേപ്പിൽ കാണുന്ന കുറച്ച് ഒബ്ജക്ട്സിൻ്റെ പേരെന്ത് ചെയ്യണം, അവിടെ എഴുതണം. റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ടൈൽസ് കണ്ടിട്ടുണ്ട് അല്ലേ. ടൈൽസ് റെക്റ്റാങ്കുലർ അല്ലേ, നമ്മൾ ഫ്ലോറിൽ വിരിക്കുന്ന ടൈൽസ് എന്താണ്, റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ബ്രിക്ക് റെക്റ്റാങ്കുലർ ആണല്ലോ, ഇഷ്ടിക റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ദെൻ നെക്സ്റ്റ് സ്ഫിയർ ഷേപ്പിൽ ഗോളാകൃതിയിൽ കാണുന്നത് എന്തൊക്കെയാണ്, ബോൾ, ബീഡ്സ് ഒക്കെ സ്ഫിയർ ഷേപ്പിൽ വരുന്നതാണ്. ക്യൂബായിട്ട് നമുക്ക് ഡൈസിനെ പറയാം. സ്നേക്ക് ആൻഡ് ലാഡറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസ് എന്താണ്, ക്യൂബ് ഷേപ്പിലാണ്. ദെൻ കോൺ ഷേപ്പിൽ ബർത്ത്ഡേ ക്യാപ്പ്, കൂട്ടുകാരെല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്യാപ്പ് വയ്ക്കാറുണ്ട്. ആ ക്യാപ്പ് ഏത് ഷേപ്പിലാണുള്ളത്, കോൺ ഷേപ്പിലാണുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ടേം പഠിക്കാൻ പോവുകയാണ്, ദാറ്റ് ഈസ് ടാൻഗ്രാം. വോട്ട് ഈസ് ടാൻഗ്രാം? ടാൻഗ്രാം എന്ന് വെച്ചാൽ ഒരു സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 ഷേപ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കട്ട് ചെയ്ത പീസുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ഒരുപാട് ഷേപ്സ് നമ്മൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ ടാൻഗ്രാമിൽ നമ്മൾ സ്ക്വയർ കട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ട്രയാങ്കിൾ വേണം, ഇവിടെ 5 ട്രയാങ്കിൾസും ഒരു സ്ക്വയറും ഒരു പാരലലോഗ്രാമുമാണ് വേണ്ടത്. പാരലലോഗ്രാം പുതിയ ടേമാണ്, സാമാന്തരികം എന്ന് പറയും. അതായത് നമ്മുടെ റെക്റ്റാങ്കിൾ അല്ല, റെക്റ്റാങ്കിളിനെ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് എന്ത്, പാരലലോഗ്രാം കേട്ടോ. നമ്മൾ നേരത്തെ 2 ഷേപ്പിൽ ആരുണ്ടാക്കിയതാണ് റെക്റ്റാങ്കിൾ എന്നുള്ളൊരു ആക്ടിവിറ്റി ചെയ്തല്ലോ, അതിനകത്ത് ആ പെൺകുട്ടി മേക്ക് ചെയ്തത് എന്താണ്, പാരലലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പാരലലോഗ്രാം, ഒരു സ്ക്വയർ, ഇത്രയാണ് ടാൻഗ്രാമിൽ ഉണ്ടാവുക. കുറച്ച് ടാൻഗ്രാം ഷേപ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കൂ, ഇതെല്ലാം ടാൻഗ്രാം ഷേപ്സ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് ഷേപ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ടീച്ചർ ഉറപ്പായിട്ടും തരും. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് അവിടെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റീസാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി, ടിക്ക് ദ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗേഴ്സ് ബിലോ, കളർ ദ സ്ക്വയർ ഇൻ റെഡ് എന്നാണ്. സെക്കൻഡ് ഷേപ്പാണ് റെക്റ്റാങ്കിളായി വരുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് ഷേപ്പാണ് സ്ക്വയർ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഡ് കളർ കൊടുക്കണം. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ, മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. ഹി പേസ്റ്റഡ് കളേർഡ് സ്ട്രിങ് എലോങ് ഓൾ 4 sides ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 8 centimeters. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഹി യൂസ്ഡ്? ഇവിടെ സ്ക്വയറിൻ്റെ എന്ത് കാണാനാണ്, ടോട്ടൽ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 സൈഡിലും കൂടി അവൻ എത്ര സ്ട്രിങ് യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ, സ്ക്വയറിൻ്റെ പ്രത്യേകത 4 സൈഡ്സും എന്തായിരിക്കും, 8 centimeters ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സ്ട്രിങ് എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 8 × 4 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. 8 × 4 32 എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. Then our third question, draw a rectangle in the notebook using rectangle card. Draw squares on both the shorter and longer side using a ruler. Measure their sides and write them down. നോട്ട്ബുക്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ടർ സൈസ്, അതായത് ചെറിയ ഭാഗം വരുന്ന സൈഡിൽ നിങ്ങളൊരു സ്ക്വയർ അതേ ലെങ്ത്ത് കണക്കാക്കി വരയ്ക്കുക. വലിയ ലെങ്ത്ത് വരുന്ന ഹൊറിസോണ്ടൽ ഷേപ്പിൽ കിടക്കുന്ന ലൈൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, അതേ മെഷർമെൻറ്റിലൊരു സ്ക്വയർ വരയ്ക്കുക. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി, ദ ലെങ്ത്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സം ഫിഗേഴ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദം ക്യാൻ ബി യൂസ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ ലെങ്ത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
എ എന്നുള്ള ഓപ്ഷൻ 5867 എന്നാണ്, ബി 5679, സി 5858, ഡി 8858. ഇവിടെ ഏതാണ്? റെക്റ്റാങ്കിളിന് 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി 5858 ആണ്. ഓക്കെ. Then fifth question, which of the lengths below cannot be used to draw a square? താഴെ തന്നിട്ടുള്ളതിൽ സ്ക്വയർ വരയ്ക്കാൻ കഴിയാത്ത മെഷർമെൻറ്റ് ഏതാണ്? സ്ക്വയറിൻ്റെ പ്രത്യേകത 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ എ ഈച്ച് സൈഡ് 8 എന്നുള്ളതാണ്. അപ്പോൾ 4 സൈഡും എന്താണ്? ഈക്വൽ ആണ്. ദെൻ ഓപ്ഷൻ ബി 4 ആണ്. 4 5s ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 5 4കളുണ്ട്, 4 സൈഡും ഈക്വൽ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഓൾ 4 സൈഡ് 6, 4 സൈഡും 6 ആയിട്ട് വരുന്നത്, അവിടെയും ഈക്വൽ ആണ്. ദെൻ ഡി നോക്കൂ, 5566, 2 സൈഡുകളാണ് എന്ത് വന്നിട്ടുള്ളത്? സെയിമായി വന്നിട്ടുള്ളത്. അത് റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ അല്ല. അപ്പോൾ ഇവിടെ സ്ക്വയർ ആക്കാൻ പറ്റാത്ത മെഷർമെൻറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരു പിക്ചർ പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം മുകളിലേക്ക് മാറിയിട്ടും 2 എണ്ണം താഴേക്ക് മുഖാമുഖവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ, ആ തന്നിട്ടുള്ള പിക്ചറിലെ സി ആണ് അടുത്തത് എന്ത് ചെയ്യുക? അവിടെ മാച്ചായിട്ട് വരിക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോപ്പ് യു ആർ ഓൾ എൻജോയ്ഡ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.